കൂടി നീ മസ്ജിദിൽ കടക്കേണ്ടതാ, ഒളു ഇല്ല എങ്കിൽ അത് കറാഹത്തുള്ളതാ. പള്ളിയിൽ കിടക്കാൻ ഒളു വേണം. യഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, ഖൽയൂബിയും അത് വ്യക്തമായി പറയുന്നതാ. മക്തൂബത്തിന് ഇഖാമത്തും കൊടുക്കുന്നതായി, എന്നാൽ തഹിയ്യത്ത് വേണ്ട മക്റൂഹുള്ളതായി. ഫർള് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പള്ളിക്ക് കയറി വന്നത്. അപ്പോൾ തഹിയ്യത്ത് പള്ളിയിൽ കടന്നുള്ള സുന്നത്ത് വേണ്ട. എന്തെങ്കിലും അഴുക്കൊന്ന് കണ്ടാൽ കണ്ടവൻ നീക്കൽ ഉജൂബെന്നാണ് മസ്ജിദിൽ നിന്നുടൻ. പ്രത്യേകം അതിനാളുണ്ട് എന്ന സ്വഭാവമിൽ ശരിയല്ല ശ്രദ്ധിക്കാതെ കണ്ടൊഴിയുന്നതിൽ. അതിന് മുക്രിയാക്കണ്ടല്ലോ അവിടെ, അത് മൂപ്പര പണിയല്ലേ എന്ന് പറഞ്ഞു ഒഴിവാകരുതേ. മനസ്സിലായില്ലേ? പ്രത്യേകം അതിനാളുണ്ട് എന്ന സ്വഭാവമിൽ ശരിയല്ല ശ്രദ്ധിക്കാതെ കണ്ടൊഴിയുന്നതിൽ. നീക്കുന്നവന് ഒരു മന്ദിരം സ്വർഗത്തിലും ലഭിക്കുന്നതാണെന്നാണ് തിരുവചനത്തിലും. അതുമല്ല നീ അതി നീക്കിയെന്നാലിന്ന് സ്വർഗത്തിലെ പെണ്ണിന് മഹറായി അന്ന്. സ്വർഗത്തിലെ പെണ്ണിന് മഹറാണ്. ഇന്നത്തെ കാലമായതുകൊണ്ട് പെണ്ണിനെ ഞാൻ വിശദീകരിക്കണില്ല. പെണ്ണിനെ മനസ്സിലായില്ല നിങ്ങൾക്ക്? നീ മസ്ജിദിൽ വെളിച്ചം കൊളുത്തുന്നന്ന് അംലാക്ക് മാപ്പിനപേക്ഷയായി നിനക്കന്ന്. പള്ളിയിൽ വെളിച്ചം കത്തിച്ചാൽ എന്താവും? അംലാക്ക് മലക്കുകൾ മാപ്പിനപേക്ഷിക്കും നിനക്ക് വേണ്ടി. അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്.